ഒരു റെഡ് കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് നമുക്കതിനെ ഒരു സ്ക്വയർ ഷീറ്റായിട്ട് എടുക്കാം. ഇച്ചിരി വലിയ ഒരു പേപ്പർ വേണം എടുക്കാൻ. ഇത് നമുക്കൊന്ന് സ്ക്വയറായിട്ട് എടുക്കാം. ഒരു ഫോക്സിൻ്റെ പപ്പറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു സ്ക്വയർ ഷീറ്റ് എടുക്കുക. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പപ്പറ്റാണ് ഫോക്സ് പപ്പറ്റ്. ആദ്യമായിട്ട് നമുക്ക് അതിനെ രണ്ടായിട്ടൊന്ന് മടക്കാം. ഈ പേപ്പറിനെ, സ്ക്വയർ പേപ്പറിനെ രണ്ടായിട്ടൊന്ന് മടക്കാം. അതിന് ശേഷം രണ്ടായിട്ട് ഇതേപോലെ അല്പം ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ പേപ്പറിന് രണ്ടായിട്ട് ഒന്നുകൂടെ മടക്കാം. അപ്പോൾ ആദ്യം ഒരു മടക്കി ഇങ്ങനൊരു മടക്കി എന്നിട്ട് രണ്ടാമതൊന്ന് മടക്കി ഇനി ഇതിനെ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ മടക്കിൻ്റെ അവിടെ ഈ പേപ്പർ കൊണ്ടുവരിക. ഈ സൈഡ് മടക്കി ഇങ്ങോട്ട് വയ്ക്കുക, ഈ സൈഡ് ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് തുറന്നു കൊടുക്കാം. തുറന്നു കൊടുക്കുമ്പോൾ ഇതേപോലെ നമുക്കിതിനെ മടക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ സൈഡും ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള ഒരു ഇങ്ങനെ ഷർട്ട് പോലെ വരും. ഈ സൈഡ് നമ്മളൊന്ന് മടക്കി കൊടുക്കുക. നമുക്ക് ഷർട്ട് മെൻസ് ഡേക്ക് ഷർട്ട് ഉണ്ടാക്കാനും ഇതേപോലെ മടക്കിയെടുക്കാൻ പറ്റും. 2 ബട്ടൺസിൻ്റെ അടയാളം കൂടെ കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഫോക്സിൻ്റെ പപ്പറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഈ സൈഡിൽ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇത് 2 പേപ്പറായിട്ടിരിക്കുകയാണ്. അതിന് ഒരു സൈഡ് നമ്മളൊന്ന് മടക്കി കൊടുക്കണം. ഈ മൂല കണക്കാക്കിയിട്ട് മടക്കി ഈ സൈഡും അതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. സെയിം ആയിട്ട് തന്നെ മടക്കണം. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമുക്ക് ഫോക്സിൻ്റെ ചെവിക്ക് വേണ്ടിയുള്ള ഭാഗമാണ്. ഇനി നമ്മളിതിനെ ഒന്ന് തുറന്നെടുക്കുക. എന്ന് പറഞ്ഞാൽ മൊത്തം തുറക്കണ്ട, ഇവിടെ ഒന്ന് ബമ്പിളായിട്ട് ആക്കുക. എന്നിട്ട് നേരെ നടുക്ക് ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഒന്ന് മടക്കി കൊടുക്കുക. ഒരുപാടൊന്നും മടക്കി കളയണ്ട. നമുക്ക് ഇങ്ങനെ ഒരു
ഇത് കിട്ടും. അപ്പം നമ്മുടെ ചെവിയൊക്കെ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ഒരുപോലെയാണ് വന്നിട്ടുള്ളത്. നമുക്കിനി ഈ ഭാഗത്ത് നമുക്ക് ഇതിനെ കണ്ണ് വരച്ചു കൊടുക്കാം. എന്നിട്ട് സ്കെച്ച് പെൻ എടുത്തിട്ട് കണ്ണ് വരച്ചു കൊടുക്കുക. കണ്ണ് അടച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ്. എന്നിട്ട് ഇതിന് നമ്മൾ മൂക്കിൻ്റെ ഭാഗത്തൊന്ന് കറുപ്പിച്ചു കൊടുക്കണം. ബോക്സിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ ഭാഗം ഒന്ന് കറുപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ സൈഡ് 2 വര, ഈ സൈഡിൽ 2 വര. അപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ പപ്പറ്റ് നമുക്ക് ഇവിടെ നമ്മൾ അകത്തോട് മടക്കിയപ്പോൾ ഇതുവരെ ഇങ്ങനെ ഇരുന്ന് നമുക്കത് വെച്ച് നമുക്ക് ഇതിനെ തുറക്കാനും അടയ്ക്കാനും പറ്റും. നമ്മുടെ ലെഫ്റ്റ് കൈ വെച്ച് ഇങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഇങ്ങനെ ഒന്ന് അടയ്ക്കാനും തുറക്കാനും പറ്റും. വലിയ പേപ്പറാണെങ്കിൽ വലിയൊരു ഫോക്സ് തന്നെ കിട്ടും. കൈ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ അപ്പോൾ കുറച്ചുകൂടെ അത് വലുതായിട്ട് തുറക്കും. ഈ പപ്പറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നമ്മൾ ഈ പപ്പറ്റുമായിട്ട് ഇവിടെ ഗുസ്തി കൂടാൻ പോവുകയാണ്. ഇവിടെ ഒരു ഫോക്സ് ഉണ്ട്, ഇവിടെ ഒരു ഫോക്സ് ഉണ്ട്. തളർന്നു. സോറി. Thank you.